ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യണത്. ഒന്നാമത് എൻ്റെ മടി കാരണം, രണ്ടാമത്തെ കാര്യം എനിക്കൊരു പണി കിട്ടി. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. എനിക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ നാളെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്, അതിനും എനിക്ക് എൻ്റെ മടി കാരണം ലേറ്റായി. ഇപ്പോൾ സമയം 5:45. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് സമയം കാര്യങ്ങൾ പറഞ്ഞ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത് മിക്ക ആളുകളും ഒരു 99%, ഒരു 95% ആളുകളും യൂട്യൂബ് തുടങ്ങുന്നത് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ഈ വീഡിയോ ചെയ്യാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. 27 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് മടി കാരണം വ്യൂസ് കുറഞ്ഞു വന്നു. കാരണം വീഡിയോ ചെയ്യാലല്ലേ ആളുകൾ കാണാം, വീഡിയോ ചെയ്യൂലായിരുന്നു. പിന്നെ എനിക്ക് ഒരു പണി കിട്ടിയത് ഒരു 5-6 മാസങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പണി കിട്ടി. റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നം വന്നു. അതായത് യൂട്യൂബ് തന്നെ എനിക്കൊരു പണി തന്നു. അപ്പോൾ പിന്നെ മടി ഉണ്ടായാലും കുഴപ്പമില്ല, മടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും ഇല്ല. മോണിറ്റൈസേഷൻ കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല. നമ്മളെല്ലാവരും ചാനലിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം, കുറേ വ്യൂസ് ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ. ഫസ്റ്റ് തുടക്കക്കാർ 1000 സബ്സ്ക്രൈബ്സ് ഉണ്ടാവണം, 4000 വാച്ച് അവർ ഉണ്ടാവണം, അതായിരിക്കും അവരുടെ സ്വപ്നം. പിന്നെ അതായി കണ്ടൊന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ ചിന്തയായിരിക്കും. അപ്പോൾ ആ ഒരു ആക്രാന്തത്തിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. ഒരു ഹാഷ്ടാഗിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത് വന്നാൽ പോലും അതിലൊരു റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നം വരും. ഞാൻ തന്നെ വീഡിയോ ഇടാൻ എനിക്ക് ഒരുപാട് മടിയായിരുന്നു. പക്ഷേ ഈ വീഡിയോ എന്തിടും കണ്ടൻറ് ഉണ്ടാക്കലാണ് വലിയ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ ഒരുപാട് മാനസികമായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. റിയാക്ഷൻ വീഡിയോ ചെയ്തതിലും ഞാൻ സംസാരിക്കാതെ കുറച്ച് നോക്കി നിന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നം വന്നു, ഒരു സ്ട്രൈക്ക് വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ട് 15 ലക്ഷം 20 ലക്ഷം ആൾക്കാർ കണ്ടായിരുന്നു എൻ്റെ വീഡിയോ. അതൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ റീഅപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പീൽ കൊടുക്കണമെങ്കിൽ നമ്മുടെ തെറ്റില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അപ്പീൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇവർ തെറ്റ് ചെയ്തിട്ടും പിന്നെ നമ്മളവിടെ പോയി വാദിക്കാൻ ചെന്നിട്ട് കാര്യമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൽ ഒന്നും ചെയ്തില്ല. ആ സമയത്ത് അങ്ങനെ അപ്പീൽ കൊടുത്തില്ല. കാരണം തെറ്റ് നമ്മുടെ അടുത്തുണ്ട്, പിഴവുകൾ നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമ്മുടെ അബദ്ധവശാൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ടത്തരം അങ്ങനെ അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ, അതാണ് മെയിൻ. കാരണം അറിഞ്ഞിട്ടും ശ്രദ്ധയില്ലാതെ അലസമായിട്ട് വീഡിയോസൊക്കെ വാരി വലിച്ചിടുക. അപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാമി ഉറക്കണീറ്റ് വന്ന് കച്ചറയായി. അപ്പം എൻ്റെ സാഹചര്യവശാൽ എനിക്ക് വീഡിയോ നിർത്തി പോകേണ്ടി വന്നു. ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ബാക്കിയും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്തൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞ് നമ്മളെ മോണിറ്റൈസേഷൻ കട്ടായി ആകെ കൊളായി കഴിഞ്ഞാൽ അവർ നമുക്കൊരു അപ്പീലിനൊരു ഓപ്ഷൻ തരും. അപ്പോൾ നമ്മുടെ അടുത്ത് തെറ്റൊന്നും ഇല്ലയെന്ന് 100% നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് അവരോട് വാദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പീലിന് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ അടുത്ത് തെറ്റുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സാധാരണ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർ ഒരു 2 ആഴ്ചക്കകം അവർ നമുക്ക് വേറൊരു പണിഷ്മെൻറ്റ് തരും. അതാണ് റീയൂസ്ഡ് കണ്ടൻറ്റിനുള്ളത്. അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഅപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിനൊരു ടൈമും തരും അവർ. അപ്പോൾ എനിക്കൊരു 3 മാസത്തോളമാണ് പണിഷ്മെൻറ്റ് കിട്ടിയത്. മോണിറ്റൈസേഷൻ കട്ടായിട്ട് ഒരു 3 മാസം എനിക്ക് പണി തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം, അല്ലാതെ നമ്മൾ ചാനൽ മൈൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. അപ്പോൾ ഏകദേശം സെപ്റ്റംബർ 8 വരെ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. 8 എൻ്റെ ടൈം റീയൂസ്ഡ് കണ്ടൻറ്റിലെ പണി എനിക്ക് കിട്ടിയത്. അപ്പോൾ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം തന്നു. അപ്പം നമ്മൾ വീഡിയോസ് കംപ്ലീറ്റ് നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ റീയൂസറായിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തതോ അല്ലെങ്കിൽ നമുക്ക് ഒരേപോലെയുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ മൊത്തം ഡിലീറ്റ് ചെയ്തു. മൊത്തം സെർച്ച് ചെയ്ത് അരിച്ച് പൊറുക്കി ആവശ്യമില്ലാത്തത് മൊത്തം ഡിലീറ്റ് ചെയ്ത് പാട്ട് എല്ലാം നോക്കി. ചിലപ്പോൾ 60 സെക്കൻഡിൻ്റെ 1 മിനിറ്റിൻ്റെ പാട്ടൊക്കെ ഉള്ളത് ചിലപ്പോൾ 1 സെക്കൻഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് റീഅപ്ലൈക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അബദ്ധങ്ങൾ പലതും ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ പറ്റിയിട്ടുണ്ട്. റീഅപ്ലൈ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ ഡിലീറ്റ് ചെയ്തത്. കൊട്ടിപ്പടഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് റീഅപ്ലൈക്കുള്ള ഓപ്ഷൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കയറിയാണ്ട് റീഅപ്ലൈ ചെയ്തു. പിന്നെയാണ് ഇത് അവർ നോക്കണതിൻ്റെ മുന്നേ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചാടിക്കിടന്ന് ഡിലീറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക,
അങ്ങനെ റീഅപ്ലേക്ക് കൊടുത്തതിന് ശേഷമാണ് കംപ്ലീറ്റ് ഓടിപ്പഞ്ഞ് ഡിലീറ്റ് ചെയ്യണത് കേട്ടോ. കാരണം നമുക്ക് വേറെ ആളോട് ചോദിക്കാനോ ഒന്നിനും നിന്നില്ല. ഞാനും മോള് മിത്തൂസും കൂടിയിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലീനാക്കി. പിന്നെ ഒരു വിഷമമുണ്ട്. പിന്നെ എന്തായാലും ഒരു മനസ്സ് കത്തുകൊണ്ടാണ്. കാരണം വെച്ചപ്പോൾ അവർ ഇനി നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, കാരണം നമ്മളെ ഒരു വാച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ, അവരെ മൈൻഡിൽ നമ്മളെ കയറ്റിയിട്ട കാരണം എന്തായാലും അത് റിജക്റ്റ് ആകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതുമല്ല, ഞാൻ ഈ വീഡിയോസ് ചെയ്യാത്ത കാരണം 2-3 മാസത്തോളം വീഡിയോസ് ഒന്നും ചെയ്യാത്ത കാരണം വാച്ച് അവർ നന്നായി കുറഞ്ഞു ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി വാച്ച് അവർ കുറയുകയും ചെയ്തു. പിന്നെ ഇങ്ങനൊരു നമ്മളത്തെ ഒരു നെഗറ്റീവായിട്ട് നമ്മളൊരു കള്ളന്മാരെ പോലെ റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് അവരത് റിജക്റ്റാക്കി വിടും, അത് കിട്ടൂല തന്നെ തോന്നിയിട്ടോ. കാരണം ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ ചാനൽ തന്നെ അവർ ഇല്ലാതാക്കി കളയുന്നൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിക്കുമല്ലോ, ഞാൻ അതുപോലും ചെയ്തില്ല. കാരണം വെച്ചാൽ മനസ്സ് ചത്തു. ഇനി വേറെ ഏതെങ്കിലും ചാനൽ തുടങ്ങാം, അത് പോട്ടെ, പോകണമെങ്കിൽ പോട്ടെ. എന്നാലും വിഷമമുണ്ടായി കേട്ടോ. 10K വ്യൂസൊക്കെ സബ്സ്ക്രൈബ്സൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒരു മാനസികമായിട്ട് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പൈസ കയറിക്കൊണ്ടിരിക്കുന്നൊരു ചാനലാണ്, അപ്പോൾ എന്ത് പണിയാണ് കാണിച്ചത്, അതും ഇന്നെപ്പോലുള്ളൊരു ഗതികെട്ട പെണ്ണൊക്കെ എന്നൊക്കെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, രാത്രി ഒരു 3 മണി 4 മണി സമയത്ത് സ്വാഭാവികമായിട്ട് ലാമ എണീറ്റപ്പോൾ അവളെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ എണീറ്റതാണ്. അപ്പോഴും സത്യത്തിൽ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. മനസ്സിൽ സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതന്നെ ആയിരിക്കും 24 മണിക്കൂർ മനസ്സിൽ. പക്ഷെ അന്ന് എന്തോ എൻ്റെ മനസ്സിൽ ഈ ചിന്തയുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉറക്കില്ലാത്ത രാത്രിയാണ് ശരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഞാൻ അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം വെച്ചാൽ നടക്കൂലെന്ന് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു. പക്ഷേ രാത്രി ഒരു 3:30-4 മണി ആയപ്പോണ്ട് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഉറങ്ങണ മിത്തൂസിനെയൊക്കെ ഞാൻ വിളിച്ചുണർത്തിട്ടോ, മിത്തു എണീക്കടി, പിന്നെ നോക്ക് അത് ഓക്കെ ആയി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടോ. അവളെ ഉറക്കം ഭ്രാന്തിലാണേ. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ആകെ സന്തോഷം കൊണ്ട് ഉറക്കം വരാതായി. പിന്നെ 3:30 മണി ആയിട്ടുള്ളൂ, എണീക്കാനൊന്നും ആയിട്ടില്ല. എന്നാലും ഭയങ്കര സന്തോഷമായി. കാരണം തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഞാൻ ഇത് നമുക്ക് വീണ്ടും മോണിറ്റൈസേഷൻ വീണ്ടും ഓപ്പണായി കിട്ടും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾക്ക് എങ്ങനെയെങ്കിലും യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ എല്ലാവരും വരുമാനം ആഗ്രഹിച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ആരെങ്കിലും ഒരിത്തിരി പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. കാരണം ആ ചാനൽ തന്നെ യൂട്യൂബുകാർ ഇല്ലാതാക്കി കളയും. അങ്ങനെ ഓപ്പണായി കിട്ടി. അപ്പോൾ എന്നിട്ടിപ്പോൾ 8-ാം തീയതി ഓപ്പണായി കിട്ടിയിട്ട് 8-ാം തീയതിയാണ് ഇതിൻ്റെ ടൈം തന്നെ. 9-ാം തീയതി രാത്രി 8-ാം തീയതി രാത്രി ഓപ്പണായി. 9-ാം തീയതി കഴിഞ്ഞ് 10, 11, 12, ഇന്ന് 12-ാം തീയതി ആയി. ഇന്ന് വരെ വീഡിയോ മര്യാദക്ക് ചെയ്തിട്ടില്ല. അതാണ് വലിയ രസം. പിന്നെ ഇങ്ങനെ അതിനുള്ളത് ആദ്യം ചെയ്തതിനുള്ളതൊക്കെ ഇങ്ങനെ കുഞ്ഞു ഇതൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല. ഉള്ളത് മൊത്തം കൊളായി ഡിലീറ്റാക്കി. വ്യൂസുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റാക്കി. ഞാനിപ്പോൾ പാട്ടിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണവരും മോണിറ്റൈസേഷൻ ആയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക. ഒരു #മ്മ പോലും റീയൂസ്ഡ് കണ്ടൻറ്റ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും സ്ട്രൈക്കൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബുകാർ വെറുതെ പൈസയൊന്നും തരില്ല. അധ്വാനിച്ചെങ്കിൽ മാത്രമേ പൈസ തരുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിച്ച് എന്ത് കിട്ടണം ചപ്പും ചവറും ഒക്കെ കിട്ടിയതൊക്കെ എടുത്തിടുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറയണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചട്ടി വെക്കണ ഒരു വീഡിയോ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മളപ്പോൾ അത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് അത് ഇട്ടു, ആ വീഡിയോ ഇട്ടു, അത് സക്സസ് ആയി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ചെറിയൊരു ഭാഗം, ഒരു 2 സെക്കൻഡിൻ്റെ ഭാഗം എടുത്തിട്ട് പിറ്റേത്തെ ദിവസത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്താലും മതി. അപ്പോഴും അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കയ്യിൽ കിട്ടിയ സാധനമാണ് എൻ്റെത് മിസ്സാകാൻ പോയത്. അള്ളാഹുവിൻ്റെ കുതിരത്തുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് അത് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, എൻ്റെ മക്കളെ വാങ്ങിക്കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷേ ഇനിയും സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വ്യൂസ് ഉണ്ടാവുമോ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് പഴയ പോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയണം, എന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയണില്ല. അതുകൊണ്ടാണ് എനിക്ക് വെറും 27 ദിവസം കൊണ്ട് വ്യൂസ് എന്താ പറയുക, മോണിറ്റൈസേഷൻ 27 ദിവസം കൊണ്ടായെങ്കിൽ അത് വലിയ കിട്ടൽ തന്നെയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു കുളിച്ച ആളായിരുന്നു ഞാൻ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ തിരിച്ച് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യണം. അന്ന് തുടക്കം മുതൽ ഈ ലാസ്റ്റ് വരെ ഇപ്പോഴും കമൻ്റ് ഇടുന്നൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും സപ്പോർട്ട് ചെയ്യണം. കുടുംബങ്ങൾക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ എല്ലാവരെയും പോലെ ആധികാരികമായിട്ട് ഭയങ്കര സംഭവമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്ക് സാമർത്ഥ്യവുമായുള്ള ടൈമും ഇതൊന്നുമില്ല. കഴിയണ പോലെയൊക്കെ നമ്മളത് എന്തെങ്കിലുമൊക്കെ ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചളിയൊക്കെ ഇടും. അതൊക്കെ നിങ്ങളൊന്ന് കാണുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓപ്പണാക്കിയൊക്കെയെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും നന്ദി. നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ. അസ്സലാമു അലൈക്കും.